അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല പ്രഭാത സമയത്തിനായി ഞാൻ നന്ദിയോടെ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. 22-ാം സങ്കീർത്തനം 4-ാമത്തെ വാക്യം, ഞങ്ങളുടെ പിതാക്കന്മാർ നിങ്കൽ ആശ്രയിച്ചു, അവർ ആശ്രയിക്കുകയും നീ അവരെ വിടുവിക്കുകയും ചെയ്തു. ദൈവത്തിന് സ്തോത്രം. നമ്മുടെ പൂർവിക പിതാക്കന്മാർ എങ്ങനെയാണ് വിടുതൽ പ്രാപിക്കപ്പെട്ടത്, അല്ലെങ്കിൽ പ്രതികൂലങ്ങളിൽ നിന്നും അവർ വിടുവിക്കപ്പെട്ടത് എങ്ങനെയാണെന്ന് സങ്കീർത്തനക്കാരനിവിടെ നമ്മെ ഓർപ്പിക്കുകയാണ്. സങ്കീർത്തനക്കാരൻ ഇവിടെ പറയുന്നു, ഞങ്ങളുടെ പിതാക്കന്മാർ നിങ്കൽ ആശ്രയിച്ചു. ദൈവത്തിന് സ്തോത്രം. നമ്മുടെ പിതാക്കന്മാരുടെ ഒരു സവിശേഷത, അവർ ദൈവത്തിൽ ആശ്രയമുള്ളവരായിരുന്നു. കാരണം അവർക്ക് ഒരുപാട് കഷ്ടതയിൽ കൂടെ പോയവരായിരുന്നു നമ്മുടെ പിതാക്കന്മാർ, നമ്മുടെ പൂർവ്വ പിതാക്കന്മാർ. അവർക്ക് ആരാധിക്കുവാൻ വേണ്ട സ്ഥലമില്ലായിരുന്നു, ജീവിത സൗകര്യങ്ങൾ കുറവായിരുന്നു, അല്ലെങ്കിൽ ചെലവാക്കുവാൻ പണം അവരുടെ കയ്യിൽ കുറവായിരുന്നു. അങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ നമ്മുടെ പിതാക്കന്മാർക്കുണ്ടായിരുന്നു. എന്നാൽ ആ കാലഘട്ടത്തിൽ അവർ ദൈവത്തിലാണ് കൂടുതൽ പ്രാധാന്യം കൊടുത്തത്. ദൈവത്തിൽ ആശ്രയിക്കുക, ദൈവത്തിൽ ആശ്രയിക്കുന്നവർക്ക് വിടുവിക്കപ്പെടും എന്നാണ് പറഞ്ഞത്. നമ്മുടെ പിതാക്കന്മാർ അവർ ദൈവത്തിൽ ആശ്രയിച്ചു. ദൈവത്തിന് സ്തോത്രം. ഇസ്രായേൽ ജനത്തെ നയിച്ച മോശ, നമ്മുടെ ആദിമ പിതാക്കന്മാരൊക്കെ അവർ ദൈവത്തിൽ ആശ്രയിച്ചിരുന്നു. ആയതിനാൽ അവർ ചെന്നുപെട്ട പ്രതികൂല സാഹചര്യങ്ങളിലൊക്കെ ദൈവം അവരെ വിടുവിച്ചു. എന്നെ ശ്രദ്ധിക്കുന്ന വാത്സല്യ സഹോദരങ്ങളെ, മനുഷ്യരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്നത് നല്ലത്. ദൈവാശ്രയം നമുക്ക് എന്തുകൊണ്ടും നമുക്ക് ഗുണമേ ചെയ്യൂ. മറ്റുള്ള ആശ്രയങ്ങളെല്ലാം നമ്മൾ ഗുണത്തേക്കാൾ അധികമായി നമുക്ക് ദോഷമാണ് സംഭവിക്കുന്നതെങ്കിൽ ദൈവത്തിൽ ആശ്രയിക്കുന്നത് നമുക്കൊരു അനുഗ്രഹമായി തീരും. ഇവിടെ ദൈവത്തിൻ്റെ ആശ്രയത്താൽ ലഭിക്കുന്ന അനുഗ്രഹത്തെക്കുറിച്ച് പറയുന്നു, വിടുതല. എന്ത് വിടുതല? ഒന്ന്, ദൈവത്തിൽ ആശ്രയിക്കുന്ന ദൈവപൈതലിന് ഒരു പാപത്തിൽ നിന്നൊരു വിടുതലുണ്ട്. പാപത്തിൽ ജീവിക്കുന്നവർക്ക് വിടുതൽ കിട്ടുന്നത് ദൈവത്തിൽ ആശ്രയിക്കുന്നത് കൊണ്ട്. അർത്ഥാൽ യേശുവിനെ രക്ഷിതാവും കർത്താവുമായി ഹൃദയത്തിൽ അംഗീകരിക്കുമ്പോഴാണ് പാപത്തിൽ നിന്ന് അവർക്കൊരു വിടുതൽ കിട്ടുന്നത്. പിന്നീട് മുൻപോട്ടുള്ള ഓരോ മേഖലകളിലും അവർക്ക് വിടുതൽ ലഭിക്കുന്നത് അവർ എത്രത്തോളം ദൈവത്തിൽ ആശ്രയിക്കുന്നുവോ അത്രത്തോളം അവർ ദൈവത്താൽ വിടുവിക്കപ്പെടുകയാണ് ചെയ്യുന്നത്. രണ്ടാമത് ഇവിടെ പറഞ്ഞു, അവർ ആശ്രയിക്കുകയും നീ അവരെ വിടുവിക്കുകയും ചെയ്തു. അവർ നിന്നോട് നിലവിളിച്ചു, രക്ഷ പ്രാപിച്ചു. അപ്പോൾ ദൈവാശ്രയം ഒരു വിടുതലായി തീരുമ്പോൾ, ദൈവാശ്രയം നമുക്കൊരു രക്ഷയായി തീരുമ്പോൾ, ഇന്ന് പകൽക്കാലത്തെ നമ്മുടെ തീരുമാനം മറ്റെല്ലാത്തിനേക്കാൾ ഉപരിയായി ദൈവത്തിൽ നാം ആശ്രയിക്കുക, കർത്താവിനോട് ചേരുക, കർത്താവിനോട് പറ്റിച്ചേരുക. നമ്മുടെ സകല ആശ്രയങ്ങളും അല്ലെങ്കിൽ നമ്മുടെ സകല ആവശ്യങ്ങളും നമ്മുടെ ദൈവത്തിങ്കിലേക്ക് അർപ്പിക്കുക. കർത്താവിൻ്റെ പാദപീഠത്തിൽ നാം സമർപ്പിക്കുമ്പോൾ, കണ്ണുനീർ തൂക്കുമ്പോൾ മനസ്സലിയുന്നവനായ നമ്മുടെ കർത്താവ് നമുക്കിടെ എല്ലാ മേഖലകളിലും അവൻ വിടുവിപ്പാൻ ശക്തനായ ദൈവമാണ്. ആകയാൽ ഈ പകൽക്കാലം എനിക്ക് നിങ്ങളോട് ഓർപ്പിക്കുവാനുള്ളത്, ഇന്നത്തെ നമ്മുടെ പകലത്തെ ജീവിതമെല്ലാം ദൈവത്തിൽ ആശ്രയിച്ചുള്ളതാകട്ടെ. ദൈവാശ്രയം വിട്ടുള്ള ഒന്നും നമുക്ക് വേണ്ട. നിങ്ങൾ എന്തൊക്കെ ചെയ്യാൻ ആഗ്രഹിക്കുന്നുവോ അതെല്ലാം ദൈവത്തിലുള്ള ആശ്രയത്താൽ മാത്രമാകണം. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് വിടുതൽ കിട്ടൂ. പ്രിയപ്പെട്ടവരെ, പണത്തിൽ ആശ്രയിച്ചാൽ നമുക്ക് താൽക്കാലികമായ ശാന്തിയേ ഉള്ളൂ. വ്യക്തികളിൽ ആശ്രയിച്ചാൽ നമുക്ക് താൽക്കാലിക ശാന്തിയേ ഉള്ളൂ. എന്നാൽ ദൈവത്തിൽ ആശ്രയിക്കുന്ന ഒരുവനോ അത് നിത്യതയോളം നിലനിൽക്കുന്നതാണ് ദൈവത്തിൽ നിന്നുള്ള വിടുതൽ. അത് പ്രാപിപ്പാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ. ദൈവത്തിൽ ആശ്രയിച്ച് ദൈവത്തോട് ചേർന്ന് ദൈവകൃപ പ്രാപിച്ച് സന്തോഷകരമായ ഒരു ജീവിതം നയിച്ചിരുന്ന പകൽക്കാലം പോകുവാൻ ദൈവകരങ്ങളിൽ നമ്മെ സമർപ്പിക്കുക. കർത്താവ് ഈ വചനങ്ങളാൽ നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.